നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. എങ്ങനെയുണ്ട് ഈ പ്രചരണം എല്ലാം കഴിഞ്ഞു, ഇന്ന് വോട്ട് രേഖപ്പെടുത്തി, എങ്ങനെയായിരിക്കും, എന്തൊക്കെ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. എന്തിനാ സംശയിക്കുന്നത്? നരേന്ദ്രമോദിയുടെ വികസന നയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സാധിച്ചു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. തീർച്ചയായിട്ടും വികസിത ഭാരതം എന്ന മുദ്രാവാക്യം, ഞങ്ങൾ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർജി ഒരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രികയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമാകും. ഞങ്ങൾ നിലമ്പൂരിന്റെ വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കും. രാവിലെ മഴയൊക്കെ ഒരല്പം പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയോ? ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കി. പക്ഷെ അതൊക്കെ മാറും, മറികടക്കും. നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ രാവിലെ മുതൽ. ജനങ്ങൾ ഇവിടെ പ്രതികരിക്കുന്ന ആളുകളാണ്, വോട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പം യാദൃശ്ചികമായിട്ടാണല്ലോ സ്ഥാനാർത്ഥിയത്, എന്ത് തോന്നുന്നു? ഇപ്പം ഒത്തിരി സന്തോഷം തോന്നുന്നു, അല്പാഭിമാനമുണ്ട്. എന്തായാലും വലിയ നിലമ്പൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ ഞങ്ങളോട് കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പം NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും അദ്ദേഹത്തിന്റെ കുടുംബമെല്ലാം വലിയ പ്രതീക്ഷയിലാണുള്ളത്. വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ.